ആ വരുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ 12:30-ക്ക് തുടങ്ങി കേട്ടോ. 12:30 ഇപ്പം. ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല, ഇതുവരെ പോവാൻ തുടങ്ങുവാണ്. അപ്പൊ രാവിലെ പോകാഞ്ഞതിന്റെ കാരണം നമ്മുടെ ഫാമിലിയിലൂടെ എനിക്ക് കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റാണ്. പ്രഷ്യസ് ഗിഫ്റ്റുകൾ ഒരുപാടുണ്ട്. അതിലൊരു ഗിഫ്റ്റ് ഇന്ന് എന്നെ കാണാൻ വന്നു. ഈ വീട് കണ്ടിട്ടില്ല. ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി, ചേച്ചിയുടെ സ്വന്തം എന്ന് പറയുന്നത് പോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു വീട് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാടകയ്ക്കൊക്കെ പോയ സമയത്തൊക്കെ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ എവിടെയെങ്കിലും പ്ലോട്ട് മേടിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു വീടും സ്ഥലവും കൂടെ അവർക്ക് ഉണ്ടാവണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ച ആളാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആളാണ്. അപ്പൊ ചേച്ചി ഇന്ന് വീട് കാണാൻ വേണ്ടിയിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അവരങ്ങോട്ട് പോയി. ഇനിയിപ്പം ഞാൻ ജോലിക്ക് പോവാണ്. അപ്പം അവർ വരുന്നത് കൊണ്ട് ഞാൻ താമസിച്ച് പോകുന്നുള്ളതുകൊണ്ട് അമ്മ വീട്ടിലോട്ട് പോയത് കേട്ടോ. ഇപ്പൊ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ജോലിക്ക് അങ്ങോട്ട് പോകും. പിന്നെ മോനുകുട്ട അവിടെ ഇരിക്കുന്നു. ചേച്ചി എനിക്ക് കുറച്ച് ചെടികളൊക്കെ ആയിട്ടാണ് വന്നത്, അതാണ് ഞാൻ മുമ്പ് കാണിച്ചത്. പിന്നെ ചേച്ചി 2 ഗിഫ്റ്റ് പാക്ക് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തുവാന്ന് നമുക്ക് നോക്കാവേ. ഞാൻ നോക്കിയില്ല, നമുക്ക് നോക്കാം. എന്തുവാണെന്നുള്ളത് ഞാൻ നോക്കിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. ഇത് മാത്രമല്ല, 2 പാക്കറ്റുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാവേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവത്താഴത്തിന്റെ ഫോട്ടോ നമുക്കില്ലായിരുന്നു. ഞങ്ങൾ പലർക്കും നോക്കിയായിരുന്നു കേട്ടോ, പക്ഷെ വാങ്ങിച്ചിട്ടില്ല. രാവിലെ ഭയങ്കര മഴയായിരുന്നു സ്ത്രീകളെ. ആ മഴയത്ത് വഴിയൊക്കെ കുറച്ച് തെറ്റി, എന്നിട്ടും പാവം എൻ്റെ അടുക്ക വന്നു കേട്ടോ. വെരി 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 സ്പെഷ്യലാണ് കേട്ടോ. ശ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. വിചാരിച്ചതാണ് നമുക്ക് ഡൈനിങ് ടേബിളിന്റെ അവിടെ വെക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് സപ്പറിന്റെ ഒരു വാങ്ങിക്കണം എന്നുള്ളത്. ഒട്ടും ഞാനും കൂടെ എവിടേക്കോ പോയപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് സപ്പറിന്റെ ഒരു ഫോട്ടോ വാങ്ങിക്കാൻ വേണ്ടിട്ട് നോക്കിയായിരുന്നു. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ ഉള്ളത് കൊണ്ട് അവിടെ ഒന്നും വെക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുവാ അതൊക്കെ സൂക്ഷിച്ചു നോക്കാം. പാട്ട് കേൾക്കുന്നതല്ലോ, ബിസിനസ് സോങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. സമയം ശരിയാണ്, അതമ്മ ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് സമയം.
ഗ്യാപ്പിൽ ആ പാട്ടിങ്ങനെ കേൾക്കും. അപ്പൊ എന്നോട് മോനിക്കുട്ടനോടും പറഞ്ഞിട്ടാ പോയിക്കണേ. ആ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ചേച്ചി ഓർക്കണം. ആ ആദ്യം ഓർക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഇത് നമുക്കിവിടെ ഇത് ഇടാം. ഇത് കണ്ടിട്ടേ അങ്ങനെ പറഞ്ഞല്ല. ഇതും ചേച്ചി കൊണ്ടുവന്നു. ഇത് മോനിക്കുട്ടനെ ഇവിടെ ഇരുന്ന് വായിക്കാനുള്ള പുസ്തകങ്ങളും കളർ ചെയ്യാനുള്ള ബുക്കും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്കെച്ചും പെൻസിലും ഒക്കെ ഉണ്ട്. ഇത് ജാനിക്കുട്ടിക്ക് കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞോയ്ക്കുള്ള ബ്ലോക്ക്. കഥ പുസ്തകങ്ങളും പെയിന്റിങ് ബുക്കും ഒക്കെ കേട്ടോ. ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ പടം വരയ്ക്കാനുള്ളതും ഉത്തരം എഴുതാനുള്ളതും അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം അങ്ങനത്തെ വർക്ക് ബുക്കാണ് ഇതൊക്കെ. ജാനിക്കുട്ടിക്കും മോനിക്കുട്ടനും കൂടാണ് ഇതുപോലെ. സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും രണ്ട് രണ്ടായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. കേക്ക് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, എല്ലാം അവർക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. അത് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അമ്മ ഇപ്പം ഇങ്ങോട്ട് വരും. ഞാനപ്പോഴത്തേക്ക് റെഡി ആവട്ടെ പോവാൻ. 1 മണിയെ. ഭയങ്കര മഴക്കോള്. ദൈവമേ, അടുത്ത മഴയ്ക്ക് മുമ്പ് പോകാൻ പറ്റുമോ? അമ്മ വന്നില്ല. മഴ വീണു. മഴ അരച്ച് വരുന്ന ശബ്ദം കേൾക്കാം. ആരൊക്കെയോ നമ്മുടെ വീഡിയോയിൽ ചോദിച്ചായിരുന്നേ, അയൽപ്പക്കത്ത് വീടില്ലയോ, ഭയങ്കര സൈലൻ്റ് ആയിരിക്കും എന്നൊക്കെ കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അതിലൊരു വീടാണ് നമ്മളെപ്പോഴും ഈ വീഡിയോയിൽ കാണുന്നത്. പിന്നെ ഇവിടെ എന്താ ഇതുപോലെ ഒരു വീടുണ്ട് കേട്ടോ. അത് പക്ഷേ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല എന്നുള്ള അവിടെ ഒരു വീടുണ്ട്. മഴ വരുന്നു. മഴ തിരമാല അരച്ച് വരുന്ന പോലെ സൗണ്ട് കേൾക്കാം കേട്ടോ. അതുകൊണ്ട് അവിടെ പെയ്യുന്നു കണ്ടോ. ഇങ്ങോട്ട് നോക്കി, അവിടെ മഴ പെയ്ത് ഇങ്ങോട്ട് വരുന്ന സൗണ്ട് കേട്ടോ. വീണു. മോനുകുട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ബുക്കിനകത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് എഴുതുക മോനുകുട്ടൻ. ടിവിക്കൊരു വിശ്രമം കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ആരൊക്കെയോ പറഞ്ഞു മോനിക്കുട്ടനോട് പുസ്തകങ്ങളൊക്കെ വായിക്കണം, കഥയൊക്കെ വായിക്കണം, ഇങ്ങനെയൊക്കെ എന്താ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഏതായാലും ചേച്ചി കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മോനിക്കുട്ടന് ഇഷ്ടം പോലെ വർക്ക് ചെയ്യാം. ഹാപ്പിയായി മോനിക്കുട്ട? ആൻറ്റിക്ക് താങ്ക്സ് പറഞ്ഞു.
ഞങ്ങളെ പോവാൻ അമ്മ വന്നില്ല, മഴയാണ്, ഭയങ്കര മഴ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇച്ചിരി ചോറുണ്ട് ഇട്ട് പോവാൻ. ചോറ് ചൂടാക്കണം. മീൻ കറിയുണ്ട്, നമ്മുടെ കുഞ്ഞനെയ് മീൻ കറി. അത് കറി ഇന്നലെ വെച്ച് നമ്മൾ എടുത്തില്ലായിരുന്നു. അത് കൂട്ടി മണി ചോറുണ്ടിട്ട് പോകാം. പിന്നെ ഇന്നലെ നമുക്ക് കപ്പ പുഴുങ്ങിയതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്, അത് വേവിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വൈകിട്ട് വേവിക്കും. മീൻ ആവിക്കാത്താന്ന് പാചകം ചെയ്യും. വറുത്തത്, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി. സുന്ദര സുന്ദര മാമി കണ്ട് കുറെ വർക്ക് ചെയ്യാം, അതൊക്കെ ചെയ്യണം, വായിക്കണം. സൂക്ഷിച്ചു വെക്കണം. കളർ പെൻസിൽ എടുത്തതുണ്ടെങ്കിൽ ഇതുകൊണ്ട് സൂക്ഷിച്ചു പാപ്പുണ്ടേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ആമീൻ പറ. തോന്നി 2 മണി കഴിഞ്ഞു അവിടെ ജോലിക്ക് ചെന്നപ്പോൾ. ഭയങ്കര മഴയായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ പോകാമായിരുന്നു, മഴ കാരണം പിന്നെ ഇരുന്നു. മഴയൊക്കെ ഒന്ന് തോർന്നിട്ട് എന്നാലും കോട്ടൊക്കെ ഇട്ടിട്ട് പോകണമായിരുന്നു, മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ജോലിയും കഴിഞ്ഞ് ഇറങ്ങി. സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരിയും ഗോതമ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. വെള്ളയരിയും മേടിച്ചു, കുത്തരിയും മേടിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ച കപ്പ അമ്മ ഇന്ന് ബാക്കി ഇരുന്ന് വേവിച്ച്. ഉച്ചയ്ക്ക് അമ്മ വീട്ടിൽ പോയിട്ട് വന്ന് കിടക്കുമായിരുന്നു, വയ്യാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്നാൽ വന്നിട്ട് ഞാൻ കപ്പ വേവിക്കാം എന്ന് വിചാരിച്ച് വന്ന് അപ്പോഴത്തേക്ക് അമ്മ വേവിച്ച്. അപ്പോൾ മീൻകറി മോരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അത്താഴത്തിന് പ്രത്യേകിച്ച് പാചകം ഇല്ല. അപ്പം ഞാൻ ഇന്ന് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കുളിച്ചേം വെച്ച് വരാം. എന്നിട്ട് പഠിക്കാനുള്ള എടുക്കണേ. Something like that.
മാമി രാവിലെ വിടണേ. നീ വരണ്ട, രാമനെ കേട്ടോ അത്. മാമി കുഞ്ഞിനോട് വഴക്കുണ്ടാക്കാം. അങ്ങനെ ആരെയും വിടണ്ട. മാമി രാവിലെ വിടണേ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2-3 കമന്റ് ഞാൻ കണ്ടു. അമ്മക്കിളി മറുപടി പറയില്ല, അമ്മക്കിളി മറുപടി ഒന്നും തരത്തില്ല, മറുപടി പ്രതീക്ഷിക്കേണ്ട, ഇപ്പം പറയും നോക്കിയിരുന്നു എന്നൊക്കെ കുറേ പേര് ആരൊക്കെയോ ചോദിച്ചതിൻ്റെ താഴെ വന്ന് മറുപടി ചെയ്തേക്കുന്നുണ്ട്. അപ്പം ഞാൻ മറുപടി കൊടുക്കേണ്ട സാഹചര്യമാണെന്നുണ്ട് ഉറപ്പായിട്ടും ഞാൻ മറുപടി കൊടുക്കും. നമ്മൾ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ പറയുന്നതാണ് എൻ്റെ സമയക്കുറവ് കൊണ്ടാണ്, അല്ലാതെ ജാട എടുത്തിട്ടോ മൈൻഡ് ചെയ്യാത്തതോ ഒന്നുമല്ല. പിന്നെ വീടും വസ്തുവും എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, എത്ര സെൻറ്റ് സ്ഥലമാണ്, അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയാമോ, ഹോം ടൂർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ ഹോം ടൂറിൻ്റെ കാര്യം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് ഒരു വീഡിയോയിൽ അതിൻ്റെ കാര്യം എന്താണ്, ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വസ്തുവിൻ്റെ വില വിവരങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തതും ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രമാണ്. അത് വീടിൻ്റെ പണികൾ നടന്ന 2.5 മാസവും ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസും പറയാഞ്ഞതും അതൊരു ചർച്ചാ വിഷയമാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ അന്ന് നമ്മൾ വീട് മാറുന്ന കാര്യം തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുമ്പെയാണ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും എൻ്റെ പ്രിയങ്ങളോട് പങ്കുവച്ചത്. അത് സമയക്കുറവ് മൂലം 2-3 വീഡിയോസായിട്ടാണ് ഞാൻ ചെയ്തത്. അത് സമയക്കുറവ് കൊണ്ട് 3 വീഡിയോസായിട്ട് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് കുറേ നെഗറ്റീവ് വന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആ കമൻറ്റുകളൊക്കെ കണ്ടത് കേട്ടോ. എല്ലാം ഫുള്ള് കമൻറ്റും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട കമൻറ്റാണ്, എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ അമ്മക്കിളിയും സസ്പെൻസ് ഇട്ട് വീഡിയോ നിർത്തുകയാണോ, വീഡിയോയുടെ വ്യൂസ് കുറയും, സബ്സ്ക്രൈബേഴ്സ് കുറയും, ഇതൊക്കെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞവരുമുണ്ട്. അതിനെപ്പറ്റി അത് നോക്കിയിരുന്നത് പോലെ നെഗറ്റീവ് പറഞ്ഞവരുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, എന്താ പറയുന്നത്, ഇതുപോലെ കഥ പറഞ്ഞ് നമ്മൾ വീഡിയോ കാണും, കമൻ്റെല്ലാം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും, അവർ വസ്തു വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാക്കുമെന്ന്. ഈ കമൻറ്റുകളെല്ലാം തന്നെ ഒറ്റ ഒരു കാര്യം ഉദ്ദേശിച്ചാണ്. ഞാൻ മറുപടി പറയാത്തത് ഈ ഒരു കാര്യത്തിലേ ഉള്ളൂ. അല്ലാത്തുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ അത് നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടികളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എന്നും കാണുന്നവർക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ വീടിന് 3 മുറികളും ഹാളും 2 അടുക്കളയും സിറ്റ് ഔട്ടുമാണ്. അപ്പോൾ വെളിയിലും ഒരു ബാത്റൂമുണ്ട്. ഇത്രയാണ് ഈ വീട്. അപ്പോൾ ഹോം ടൂർ ചെയ്യാത്തതിൻ്റെ കാര്യം ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് മാത്രം വീഡിയോ ഇടുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന വസ്തു എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഇത് 19 സെൻറ്റ് സ്ഥലവും വീടുമാണ്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്കെതിരെ നെഗറ്റീവ് പറയാനേ ആൾക്കാർ കാണത്തുള്ളൂ കേട്ടോ. ഇതിനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കും. എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. എനിക്കിതിൻ്റെ പുറകെ നടക്കാനുള്ള ഒരു സമയവും സാഹചര്യവും അവസ്ഥയും ഒന്നുമില്ല. അത് നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല യൂട്യൂബേഴ്സും വീടിനെ പറ്റിയും അവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളെപ്പറ്റിയും എന്താ പറയുക, അവർ നേടിയെടുത്ത എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വന്ന് ഓരോരുത്തരും പറയുന്നതും എഴുതുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളൊരു സബ്ജക്റ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. ഞാനിപ്പം യൂട്യൂബിൽ നിന്നാണെങ്കിലും ഞാൻ ജോലി ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഞാൻ ആർക്കും ഒരു മോശവും ചെയ്യുന്നില്ല, ആരോടും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, ആർക്കും നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജും ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ, അതാണ് ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോയിലും ലാസ്റ്റിലും എല്ലാം ഞാനിത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കൊച്ചു സന്തോഷങ്ങളും കൊച്ചു വീട്ടുവിശേഷങ്ങളും മാത്രമാണ്. അതിനകത്ത് ആരെയും ബാധിക്കുന്ന യാതൊരു കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അതിനകത്തുനിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നത് ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ ഉറക്കളയ്ക്കുന്നു, ഞാൻ എൻ്റെ ആരോഗ്യം മെനക്കെട്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് അതിനകത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോസ് എത്ര വയ്യെങ്കിലും വീഡിയോസ് ഇടുന്നതിൻ്റെ കാര്യം ഇതിനകത്ത് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, നമ്മൾ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ മുത്തിനെ പഠിപ്പിക്കാനൊക്കെ ബാംഗ്ലൂർ വിട്ട സമയത്ത് എനിക്കിപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അത് നടത്തിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഒരു
എക്സ്ട്രാ വരുമാനം ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് യൂട്യൂബിലേക്ക് വന്നതും വീഡിയോ ചെയ്യുന്നതും. അത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് മനുഷ്യത്വമുള്ള ആൾക്കാർ അത് ഏറ്റെടുത്തത് കൊണ്ട് എനിക്കതിൽ നിന്നൊരു വരുമാനമുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ തകർക്കാൻ കാത്തിരുന്ന മനുഷ്യരുടെ മുമ്പിൽ ചിലപ്പോൾ ഞങ്ങൾ വീണ് തകർന്ന് ഇന്നുണ്ടാകുമായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറ്റപ്പെട്ടേനെ. അപ്പോൾ ദൈവം ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നു. ഞങ്ങൾ ആ വഴിയെ പോകുന്നു, കഷ്ടപ്പെടുന്നു, അത്രയും ഓർത്താൽ മതി. അപ്പോൾ കഷ്ടപ്പാടിന് പ്രതിഫലം തരുന്നു എന്നുള്ളതല്ലാതെ ആരെയും ഒരു തരത്തിലും ലോഹിച്ചുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, ഒന്നും സമ്പാദിക്കുന്നില്ല, ആരുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും പിടിച്ച് പറിച്ചെടുക്കുന്നില്ല കേട്ടോ. ആരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ഒന്നും പിടിച്ച് പറിച്ചെടുത്തിട്ടല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് പരമാവധി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വരുമാനം എനിക്ക് കിട്ടുന്നത്. അന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് 2-3 വീഡിയോ ആയിട്ട് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അതൊന്നും എനിക്ക് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇൻകം വരട്ടെ എന്ന് വിചാരിച്ചോ ഒന്നുമല്ല. അതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. അന്നേരം നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറേ സമയം മെനക്കെട്ട് ചെയ്യേണ്ടിയ ജോലിയാണ്. അത് കുറേശ്ശെ ആണെങ്കിലും എനിക്കത് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളായിരുന്നു. നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീട് പണിയുടെയും വീടിൻ്റെ കാര്യങ്ങളെല്ലാം 2.5 മാസം ഇവിടെ പണികളായിരുന്നു. നടന്ന വർക്കുകളെല്ലാം കണ്ടൻ്റാക്കി എനിക്ക് വേണമെങ്കിൽ വീഡിയോ ഇടായിരുന്നു. വീഡിയോ ഇടാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അനുഭവിച്ച പ്രയാസത്തിന് കണക്കില്ലായിരുന്നു. അതെല്ലാം ചേർത്ത് എനിക്കൊരു വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു. ഒന്നല്ല, 1000കണക്കിന് വീഡിയോസ് എനിക്ക് ഇടാമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു സ്വാർത്ഥ ലക്ഷ്യത്തോടെ ഒന്നും ഞാൻ വീഡിയോ ഇടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, നമ്മുടെ ഫാമിലിയിലുള്ളവർ. അപ്പം അവരെ മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റി വയ്ക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ പ്രിയപ്പെട്ടവർ പറയുമ്പോൾ പോലും എനിക്കത് മറുപടി പറയാനോ ചെയ്യാനോ കഴിയാത്തത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ വിവരങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ കൂടുതൽ എനിക്ക് നമ്മുടെ ചാനലിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറയുന്നത് എൻ്റെ സുരക്ഷയ്ക്ക് നല്ലതല്ലാന്ന് തോന്നിയതുകൊണ്ട്, എനിക്ക് എൻ്റെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ പബ്ലിക്കിനോട് പറഞ്ഞ് അവർക്ക് സംസാരത്തിനൊരു ഇടയുണ്ടാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പ്രിയങ്ങളെ. അതുകൊണ്ടാണ് നിങ്ങളത് ആ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ രീതിയിൽ തന്നെ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം അതേ രീതിയിൽ ഞാൻ ഏത് സെൻസിലാണോ പറഞ്ഞത് അതേ സെൻസിൽ മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ട്. അതല്ലാതെ മനസ്സിലാക്കാൻ പറ്റാത്തവരോട് എനിക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ വിവരങ്ങളും, ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പബ്ലിക്കായിട്ട് ചെയ്യാൻ ഒക്കെ പറ്റുമോ? ഇല്ല. ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അതൊക്കെ ആദ്യമൊക്കെ എല്ലാവരും ഏറ്റെടുക്കും. ഈ മുകളിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ നമ്മളെ താഴെ ഇട്ട് ചിരിക്കും. അത് നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണമെന്നൊന്നുമില്ല. ആരുടെയെങ്കിലുമൊക്കെ കുറച്ച് പേരുടെ മനസ്സിലൊരു സ്ഥാനം, ഒരു പ്രാർത്ഥന, അത്രയൊക്കെ മതി. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സമ്പാദിക്കണമെന്നും ആഗ്രഹമില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ആരുടെ മുമ്പിൽ ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് അല്ലെ എൻ്റെ കാര്യത്തിന് കൈ നീട്ടാനൊരവസ്ഥ വരരുതെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം കേട്ടോ. അപ്പോൾ ചോറുണ്ടാം. എനിക്ക് വിശക്കുന്ന പ്രിയങ്ങളെ, വിശക്കുന്നു എന്ന് പറഞ്ഞാൽ കപ്പ വേവിച്ചെന്നുള്ളത് കൊണ്ട് കഴിച്ചാൽ കൊള്ളാവുന്നൊരു ആഗ്രഹം. കഴിക്കാം. 8 മണി കഴിഞ്ഞ് കേട്ടോ. ചോറ് വിളമ്പി പ്രിയങ്ങളെ. പിന്നെ കപ്പ, മോരുകറി ഇന്ന് അമ്മ കൊണ്ടുവന്നേ കേട്ടോ. അമ്മ അവിടെ വെച്ചിരുന്ന മോരുകറിയാണ്. കറുത്ത് കിടക്കുന്നത് ഉലുവയാണ്. അമ്മ ഉലുവപ്പൊടിക്ക് പകരം ഉലുവയായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് കുഞ്ഞിനെയും മീൻ കറി എടുക്കാം. ഇത് പക്ഷേ ഉണ്ടല്ലോ, വറുത്തതിന് അപാര രുചിയായിരുന്നു. കറി വെച്ചതിന് അത്ര അങ്ങോട്ട് കൊള്ളാം, എന്നാലും വറുത്തതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരോടും നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിൽക്കുന്നതിനുമൊക്കെ കേട്ടോ. പിന്നെ 1-2 പേര് അതിനപ്പുറം നമ്മളെ വിമർശിക്കുന്നവരുണ്ടാവാം, സ്വാഭാവികമാണ്. അവരെ അംഗീകരിക്കുന്നു. എല്ലാവരോടും സ്നേഹം. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.